ഹലോ, വെൽക്കം ബാക്ക് ടു ചക്കീസ് വ്ളോഗ്. വയനാട് ഇപ്പോൾ എല്ലാവരും റീൽസിലൊക്കെ ആയിട്ട് കണ്ടിട്ട് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. വയനാട് നല്ല അടിപൊളി ക്ലൈമറ്റാണ്. ഇപ്പോൾ നല്ല കോടമഞ്ഞൊക്കെ മൂടി നിൽക്കുന്ന പോലെയാണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ദിവസവും രാവിലെ ഒരു 10 മണി വരെയൊക്കെ ഇതേപോലെ തന്നെ ഉണ്ടാകും. നല്ല തണുപ്പുമാണ് കേട്ടോ. അതേപോലെ തന്നെ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ചെറുതായിട്ടൊരു മഴയും ചാറ്റൽ മഴയൊക്കെ ഉണ്ടാകും എല്ലാ ദിവസവും. അപ്പോൾ ഇന്ന് ഇത് രാവിലെ ഈ ഏർലി മോർണിംഗ് രാവിലെ പോകുന്നത് ക്ലാസ് ഉണ്ട്, കോഴിക്കോട് വെച്ചിട്ടാണ് ക്ലാസ്സുള്ളത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട്, അതായത് സാറ്റർഡേയും സൺഡേയും കുറച്ച് ദിവസങ്ങൾ ഒരു ജൂൺ തൊട്ടിട്ടുള്ള ടൈമിലുള്ള നമ്മളുടെ ക്ലാസ്സിലുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു കുഞ്ഞു വ്ളോഗാണ്. എല്ലാവരും കണ്ടു നോക്കാം. സോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ചക്കീസ് വ്ളോഗ്. അപ്പോൾ നമ്മുടെ ക്ലാസ് തുടങ്ങുന്നത് 9 മണിക്കാണ് കേട്ടോ. രാവിലെ 9 മണിയാകുമ്പോൾ തുടങ്ങും. വൈകുന്നേരം 4 മണി 4:30 വരെയൊക്കെയാണ് നമ്മളുടെ ക്ലാസ്സിൻ്റെ ടൈമിംഗ് വരുന്നത്. JDT വെള്ളിമാട് നിന്ന് JDT വെച്ചിട്ടാണ് ക്ലാസ് ഉള്ളത്. അപ്പോൾ രാവിലെ ഓൾമോസ്റ്റ് എല്ലാവരും ഈ ഒരു ടൈം ആകുമ്പോൾ തന്നെ പോകും. അപ്പോൾ ഈ ഒരു ടൈമിൽ പോകുമ്പോൾ എന്ന് പറഞ്ഞാൽ നല്ല ഇപ്പോൾ കാണാൻ നമുക്ക് നല്ല ഭംഗിയാണ്. അത് നമ്മുടെ വയനാട് ഈ ഒരു സ്ഥലമാണെങ്കിലും ശരി, നമ്മൾ ചുരത്തിൽ കൂടെ പോകുന്ന ആ ഒരു ടൈമാണെങ്കിലും ശരി, നല്ല ഭംഗിയാണ് കാണാൻ. മൊത്തം വ്യൂവും അടിപൊളിയാണ്. ക്ലാസ്സിലെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളെല്ലാവരും വേറൊരു ലെവലാണ്. കാരണം കുറേ കാലങ്ങൾക്ക് ശേഷം എല്ലാവരും ക്ലാസ്സിലിരുന്നതിൻ്റെ ആ ഒരു ഇതും എല്ലാവരുടെ മനസ്സിലും എല്ലാവരുടെ മുഖത്തും കാണാൻ പറ്റും. ആ ഒരു ഹാപ്പിനെസ്. ഡിഗ്രിയും PG ഒക്കെ പഠിച്ചൊക്കെ കഴിഞ്ഞ് വന്നവരും പിന്നെ ഈ കുട്ടികളൊക്കെ ആയതിന് ശേഷം ക്ലാസ്സിൽ വന്നതിൻ്റെയും ഒക്കെ ഒരു ഹാപ്പിനെസ് എല്ലാവർക്കും ഉണ്ടാകും. അതുകൊണ്ട് എല്ലാവർക്കും ക്ലാസ്സിൽ വരാൻ ഇഷ്ടമാണെന്ന് എനിക്ക് നല്ല തോന്നിയിട്ടുണ്ട് കേട്ടോ. ഞാനാണെങ്കിൽ രാവിലെ KSRTC ബസ്സിലാണ് രാവിലെ പോവുക. അപ്പോൾ വയനാട്ടിൽ നിന്ന് ഞാനും അതേപോലെ ഓരോ സ്ഥലത്തു നിന്ന് കോഴിക്കോട്, കണ്ണൂർ, പിന്നെ മലപ്പുറം, അതേപോലെ കാസർഗോഡ് നിന്നൊക്കെ കുട്ടികൾ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ക്ലാസ്സിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും അത് നന്നായിട്ട് എൻജോയ് ചെയ്യാറുണ്ട്. പിന്നെ ടീച്ചേഴ്സ്, നമ്മളെ പഠിപ്പിക്കുന്ന ഫാക്കൽറ്റീസും അതേപോലെ തന്നെ ഭയങ്കര അടിപൊളിയാട്ടോ. ഞങ്ങളോട് ഭയങ്കര ക്ലോസ് ആയിരുന്നു ഞങ്ങളുടെ ഫാക്കൽറ്റീസ്. സാറാണെങ്കിൽ നമ്മളെല്ലാം പ്രാക്ടിക്കലി ഓറിയൻറ്റഡ് ആയിട്ടാണ് പഠിപ്പിക്കുക. നമ്മളെ ഫോണിലൊക്കെ എല്ലാം കാണിച്ചു തന്ന് ഇനി മറന്നു പോകാത്ത രീതിയിലുള്ള ആണ് നമ്മളെല്ലാം പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളാരും ബോറടിക്കാണ്ടിരുന്നിട്ടാണ് എല്ലാ ക്ലാസ്സും അറ്റൻഡ് ചെയ്തിരുന്നത്. പിന്നെ സെമിനാർ, പ്രസൻറ്റേഷൻ, പിന്നെ അതേപോലെ അസൈൻമെൻറ്റ്, അങ്ങനെയൊക്കെ ആയിട്ട് എല്ലാവരും ആ ഒരു 2 ദിവസം ഭയങ്കര ബിസി ആയിരിക്കും. അതായത് സാറ്റർഡേയും സൺഡേ ആണ് നമുക്ക് ക്ലാസ് ഉണ്ടാവുക. അപ്പോൾ സാറ്റർഡേയും സൺഡേ നമ്മളെല്ലാവരും ഭയങ്കര വെൽ പ്രിപ്പയർഡ് ആയിരിക്കും പോകാൻ വേണ്ടിയിട്ട്. അതേപോലെ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വരാൻ. എനിക്കത് മനസ്സിലായിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ഇഷ്ടമാണ് ക്ലാസ്സിൽ വരാൻ വേണ്ടിയിട്ട്. ഭയങ്കര ഓവറാക്കലാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സാറ് ക്ലാസ് എടുക്കുമ്പോൾ വരെ ഇതേപോലെ നോക്കിയിരിക്കൂലേ. ക്ലാസ് കുറച്ച് ദിവസമേ ഉണ്ടായിരുന്നുണ്ടെങ്കിലും എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ക്ലോസായി. അശ്വതി, ആതിര, അതേപോലെ ലൂബിന, ഗ്രീഷ്മ, നാഫി,
പിന്നെ സഫീന, ഷാന, അങ്ങനെ എല്ലാവരും, സോൾബിനും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളെ സംഗീത ചേച്ചി ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരുമായിട്ടും ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ക്ലോസ് ആയി. എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് നമ്മളുടെ ആ ഒരു കോളേജ് ലൈഫൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ഇങ്ങനത്തെ ഒരു ഇതിലേക്ക് പോകുമ്പോൾ നമ്മളെല്ലാം മറന്നു പോവല്ലേ, നമ്മളുടെ എല്ലാ കാര്യങ്ങളും മറന്ന് നമ്മൾ ഭയങ്കര ഫ്രീ ആയി എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. ആ ഒരു ഇത് എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നി. അതേപോലെ ലാസ്റ്റ് ക്ലാസ് കഴിയുന്നതിൻ്റെ ആ ഒരു ടൈം ആയപ്പോഴത്തേക്കും ഞങ്ങളെല്ലാവരും കൂടെ സാറും കൂടെ ആയിട്ട് പുറത്ത് പോയി ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വ്ളോഗ് എന്ന് പറയുന്നത് കുഞ്ഞൊരു വ്ളോഗാണ്. അതായത് വീഡിയോസൊക്കെ എടുത്തു മേക്ക് ഇറ്റ് മെമ്മറബിൾ എന്നുള്ള ആ ഒരു ഇത് മാത്രം വെച്ചിട്ട് പിന്നീട് കാണുമ്പോൾ എല്ലാവർക്കും ഓർത്ത് ചിരിക്കാൻ പറ്റിയിട്ടുള്ള ഒരു കുഞ്ഞു സംഭവം എന്ന് വെച്ച് മാത്രം എടുത്തൊരു വീഡിയോ ആണ്. അപ്പം എല്ലാവർക്കും, അതായത് പേഴ്സണലി ഞങ്ങളെ ഈ ഗ്യാങ്ങിലുണ്ടായിരുന്ന എല്ലാവർക്കും അത് എപ്പോഴും ഒരു ഓർമ്മയായിരിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ കുഞ്ഞു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒരിക്കൽ കൂടി ഞങ്ങൾക്ക് നല്ല ക്ലാസ്സും ഒരുപാട് എക്സ്പീരിയൻസ് ആയിട്ട് ലെസൺസ് തന്ന സാറിനും നല്ല ഓർമ്മകൾ തന്ന എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിച്ചുകൊണ്ട് ഈ കുഞ്ഞു വ്ലോഗ് അവസാനിപ്പിക്കുകയാണ്.